സോ ഹലോ ഗൈസ്, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളൊരു പി സി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക് സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതായത് കോക്കനട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുള്ള 4 കിടിലൻ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആണ് കോക്കനട്ടിൻ്റെ കോക്കോ സ്പോർട്സ് GH2 ഫ്യൂഷൻ എന്ന് പറയുന്ന ഗെയിമിംഗ് ഹെഡ്ഫോൺസ്. സോ ഈ ഹെഡ്ഫോൺസ് വരുന്നത് ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഗെയിമിംഗ് ഹെഡ്ഫോൺസ് വരുന്നുണ്ട്, പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ പോലും വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ സ്മഡ്ജസ് ഒന്നും അങ്ങനെ ആവില്ല. അതുപോലെ തന്നെ ഈ ഹെഡ്ഫോണിൻ്റെ കംപ്ലീറ്റ് ബിൽഡ് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിനകത്ത് ലൈറ്റ് കത്തും. അതായത് ഇതിൻ്റെ ഇയർ കപ്സിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കോക്കോ സ്പോർട്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇതിനകത്താണ് ഈ RGB ലൈറ്റ് ഉള്ളത്. കാണാൻ നല്ല രസമാണ്, ഒപ്പം തന്നെ നല്ലൊരു ഗെയിമിംഗ് വൈബും തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹെഡ്ഫോൺസിൽ നമുക്കൊരു മൈക്രോഫോൺ വരുന്നുണ്ട്, അത് നമുക്ക് ഇതേപോലെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഹെഡ്ഫോണിൻ്റെ പുറകുവശത്തായിട്ട് ഇതേപോലെ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടൊരു വീലും കൊടുത്തിട്ടുണ്ട്. ഇനി ഹെഡ്ഫോണിൽ നിന്ന് വരുന്ന വയറിൻ്റെ ലെങ്ത് വരുന്നത് 2.2 മീറ്റേഴ്സ് ആണ്, അത്യാവശ്യം ലെങ്തിയാണ്. അതുപോലെ തന്നെ നൈലോൺ ബ്രേഡഡ് ആയിട്ടുള്ള കേബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് 2 ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള 3.5mm ജാക്കും ഒപ്പം തന്നെ ഒരു USB എൻഡും ആണ് വരുന്നത്. ഇനി ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിന് അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ പോലും ഇത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഓവർ ഇയർ ടൈപ്പ് ഹെഡ്ഫോൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ കാതൊക്കെ നല്ലപോലെ കവർ ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇയർ കപ്സിൽ വരുന്ന പാഡിംഗ് ആണെങ്കിലും ഈ ഫ്ലെക്സിബിൾ ഹെഡ് ബാൻഡ് ആണെങ്കിലും ഒക്കെ വളരെയധികം സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. പിന്നീട് ഒരുപാട് നേരം ഇരുന്ന് നമ്മൾ ഗെയിമിംഗ് ചെയ്യുവാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഹെഡ്ഫോൺസ് കാരണം നമുക്ക് ഉണ്ടാവില്ല. ഇനി ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കിയിരുന്നു. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിച്ചത്. എനിമീസൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് 50mm ഡ്രൈവേഴ്സാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടി സ്റ്റീരിയോ സൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 360 ഡിഗ്രി സൗണ്ട് സ്കേപ്പും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഹൈ വോളിയത്തിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്താൽ പോലും ഡിസ്ട്രോഷൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. ഈ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഹെഡ്ഫോൺസ് ഗെയിമിങ്ങിന് മാത്രമല്ല, നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാനാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇനി ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസ് സ്മാർട്ട് ഫോൺസ്, PC, Xbox, PlayStation ഇവയൊക്കെ ആയിട്ടും കമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിലാണെങ്കിൽ 1299 രൂപയാണ്. അതുപോലെ തന്നെ കോക്കോ സ്പോർട്സിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അവിടെ പ്രൈസ് വരുന്നത് 999 രൂപ മാത്രമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് കോക്കനട്ടിൻ്റെ US01 എന്ന് പറയുന്ന 2.0 USB സ്പീക്കേഴ്സ്. സോ ഈ പ്രോഡക്റ്റ് ഇതുപോലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമുക്ക് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ USB സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്, പിന്നെ ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി സ്പീക്കേഴ്സിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഇതൊരു കമ്പ്യൂട്ടർ സ്പീക്കറാണ്. ഇതിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ബിൽഡിലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് നമുക്ക് 2 സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്, കാരണം ഇതൊരു 2.0 ചാനലിൽ വരുന്ന സ്പീക്കറാണ്. അതുപോലെ തന്നെ സ്പീക്കറിൽ നിന്നൊരു വയർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു USB എൻഡും 3.5mm എൻഡും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ PC-യിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിലായിട്ട് നമുക്കൊരു കൺട്രോൾ മൊഡ്യൂൾ കാണാൻ പറ്റും. അതിനകത്തായിട്ടൊരു ഇൻഡിക്കേറ്ററും ഒപ്പം തന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വീലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാരണം നമുക്ക് ഓരോ സ്പീക്കറിൻ്റെ അകത്തും 3 വാട്ട്സിൻ്റെ ഓരോ സ്പീക്കർ വെച്ചാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു 2.0 ചാനലിൽ വരുന്ന സ്പീക്കേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ മൂവീസൊക്കെ കാണാൻ അടിപൊളിയാണ്. ഒപ്പം തന്നെ നല്ല ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ വളരെ ഈസിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ PC-യിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ സ്ക്രീനിലായിട്ടും ഡിസ്പ്ലേ ചെയ്തേക്കാം. ഇനി ഫൈനലി നമ്മുടെ കയ്യിലുള്ളത് 2 പ്രീമിയം OTG അഡാപ്റ്റേഴ്സാണ്, OT01 ആൻഡ് OT03. ഈ 2 പ്രോഡക്റ്റും ഇതുപോലൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 2 പ്രോഡക്റ്റിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ OTG അഡാപ്റ്റേഴ്സ് മാത്രമാണ് ലഭിക്കുന്നത്. സോ OT01 എന്ന് പറയുന്ന ഈ മോഡൽ നമുക്ക് USB 3.0 ടു Type-C വരുന്നൊരു OTG അഡാപ്റ്ററാണ് ലഭിക്കുന്നത്. എന്നാൽ OT03 എന്ന് പറയുന്ന ഈ മോഡൽ നമുക്ക് USB 3.0 ടു മൈക്രോ USB പ്ലസ് Type-C വരുന്നൊരു OTG അഡാപ്റ്ററാണ് ലഭിക്കുന്നത്. അതായത് ഇതിൻ്റെ എൻഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മൈക്രോ USB എൻഡും കാണാൻ പറ്റും, Type-C എൻഡും നമുക്ക് കാണാൻ പറ്റും.
അതുകൊണ്ട് തന്നെ ഇത് ഒരേ രീതിയിൽ തന്നെ നമുക്ക് മൈക്രോ USB ഡിവൈസസിലും ടൈപ്പ് സി ഡിവൈസസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ രണ്ട് OTG അഡാപ്റ്റേഴ്സിലും നമുക്ക് USB 3.0 സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫയൽ ട്രാൻസ്ഫറിംഗ് സ്പീഡും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. വളരെ ഫാസ്റ്റ് ആണ്, നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് OTG അഡാപ്റ്റേഴ്സിൻ്റെ ബിൽഡ് വന്നിരിക്കുന്നത് അലൂമിനിയം കേസിങ്ങിലാണ്. സോ നല്ലൊരു പ്രീമിയം ബിൽഡ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി OT01 എന്ന് പറയുന്ന ഈ OTG അഡാപ്റ്ററിൽ നമുക്കാണെങ്കിൽ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി ഈ പറയുന്ന രണ്ട് പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് നോക്കുകയാണെങ്കിൽ 699 രൂപയാണ് പ്രൈസ് വരുന്നത്. കോക്കനട്ടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നീട് ഈ പറഞ്ഞ പ്രോഡക്ട്സ് മാത്രമല്ല കോക്കനട്ട് എന്ന് പറയുന്ന ഈ ബ്രാൻഡിനുള്ളത് ഒരുപാടധികം വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.